ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് ഡിവി വ്ളോഗ്. അപ്പം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ടുള്ളൊരു ക്രാഫ്റ്റായിട്ടാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LED ബൾബാട്ടോ. ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ വെച്ച് ഒരുപാടായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ കേട് വന്നപ്പോൾ ഹസ്ബൻഡ് എടുത്ത് ചാടാമെന്നൊന്നും എടുത്തത് ഞാൻ വാങ്ങിയതാണ്. ഇത് ഫസ്റ്റായിട്ട് ഈ എങ്ങനെ തുറക്കണം എന്നറിയില്ല. എനിക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കത്തിയൊക്കെ കൊണ്ട് കുത്തിയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാനൊരു കത്രിക എടുത്തിട്ട് സ്ക്രൂ ഇളക്കാൻ നോക്കി, പറ്റുന്നില്ല. അപ്പം പെട്ടെന്ന് ഒന്നിങ്ങനെ അടിയിലൊക്കെ ഒന്ന് കത്രിക ഇങ്ങനെ ആക്കിയൊന്ന് ഞെട്ടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേർപെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പ്രണയിച്ച് നടന്നപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ. അപ്പോൾ ഇത് കുറേ ഞാൻ ബുക്കിനടിയിൽ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലെന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതാണ്. അപ്പം ഞാൻ ഈ LED ബൾബ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ പൊട്ട ബുദ്ധിയിൽ അങ്ങനെ ഒരു ഐഡിയ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് അതിൻ്റെ LED ബൾബിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള സാധനത്തിൻ്റെ അതേ അളവൊക്കെ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതിൻ്റെ മെല്ലെ ഇനി ഒട്ടിക്കാനാണ് പാട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് അത് ഫോട്ടോവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു നഗ്നമായ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് വർക്കൊന്നും അറിയില്ല. എന്നാലും ജസ്റ്റ് എൻ്റെ ഒരു പൂതിക്ക് വേണ്ടിയിട്ട്, ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതൊക്കെ ഇതിൽ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്കൊരുപാട് ഇഷ്ടമായി. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊരുപാട് ഇഷ്ടമായി. ഞാൻ അങ്ങനെ 2-3 ഐറ്റംസൊക്കെ ക്രാഫ്റ്റ് ഐറ്റം ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ എന്താ പറയുക, ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് വളരെ നല്ലതൊന്നുമല്ല, എന്നാലും ഒപ്പിക്കാം. അങ്ങനെ ഓരോന്ന് ചെറുതായി അങ്ങ് ചെയ്യും. അപ്പം എൻ്റെ മോൻ ഉറങ്ങുന്ന ടൈം. അപ്പം ഞാൻ മെല്ലെ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാട്ടോ, ഇത് എൻ്റെ പഴയ ഫോൺ കേസാണ്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ഇത് നീ എടുത്തോ, അതിൻ്റെ ബാക്കിലൊക്കെ ഇട്ട് എന്തെങ്കിലും യൂസ് ചെയ്തെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനത് എടുത്ത് മെല്ലെ ബാക്കിൽ ഓൾറെഡി ഗിൽട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്തപ്പോൾ മുഴുവനായിട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ക്രാഫ്റ്റിനായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ കൈ നിറയെ ഗിൽട്ടായി. സമയത്തങ്ങ് എൻ്റെ മോൻ എണീറ്റിട്ടെങ്കിൽ കണക്കായി, ഭാഗ്യത്തിന് എണീച്ചില്ല. അങ്ങനെയാ സംഭവം. അപ്പോൾ നിങ്ങളെൻ്റെ ബേക്കിൽ ചുമരുമ്മൽ കാണുന്നുണ്ട് ഒരു ചെറിയ എന്താ പറയുക, പ്ലഗൊക്കെ ഉള്ള എടുക്കാം. അതൊക്കെ ഞാൻ ചെയ്തതാട്ടോ. ഫോൺ നോക്കി ചെയ്തതാണ്. ഞാനിങ്ങനെ ഓരോരുത്തർ വർക്കൊക്കെ കണ്ട് വെറുതെ ഇരിക്കുമ്പോൾ, എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ബോറിങ് അല്ലേ, ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞ് കുത്തിരിക്കുകയാണ്. അത്യാവശ്യം എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുക, അതൊക്കെ നമുക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ കണ്ട് ഓരോന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആഫ്റ്റർ വർക്കൊക്കെ കാണും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഞാൻ ആ പെയിൻറ്റിങ്ങൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ പിസ്ത ഷെൽസ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചതിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് തട്ടിക്കൂട്ടിയെടുത്ത പരിപാടി കേട്ടോ അതൊക്കെ. എന്നാലും നമുക്കൊരു രസമല്ലേ സംഭവം. അത് ഞാൻ ഓൾറെഡി മുട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഗിൽട്ടെല്ലാം ഒരു പരുവാക്കണം. അമ്മനൊക്കെ മെല്ലെ തട്ടി ഇത് എല്ലാം കൂടി ഒരു പരുവായിട്ടുണ്ട് ഗൈസ്. എനിക്കറിയില്ല എന്താവുന്നു, എന്നാലും എൻ്റെ ഒരു ശ്രമമാണ്. എനിക്ക് ഒരു പൂതി LED ബൾബിൻ്റെ മേലെ ഒന്ന് ചെയ്യണം. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ, റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട്. പിന്നെ ഞാൻ LEDൻ്റെ ബാക്കിൽ അതാ കണ്ടില്ലേ, ഒരു കാർഡ്ബോർഡ് വെച്ച് അങ്ങോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ. വർക്ക് ചെയ്ത് പകുതിയായപ്പോഴേക്ക് എൻ്റെ മോൻ എണീറ്റ്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ വൈകുന്നേരമൊക്കെ എണീക്കുമ്പോൾ പകലൊക്കെ അങ്ങനെ വലിങ്ങനെ ഉറങ്ങില്ല, ഒരു ചെറിയ ഉറക്കം ഉറങ്ങും. പിന്നെ എണീറ്റാൽ പിന്നെ അവൻ ഉറങ്ങാറില്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാട്ടോ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്നത്.